എൻ്റെ ഫസ്റ്റ് കേസ് ഇങ്ങനെയും സോൾവ് ആയാൽ മതിയായിരുന്നു. അതെനിക്ക് ഈ മാത്യു സാറിനെ അറിയാത്തോണ്ടാണ്. ഇതിപ്പോൾ 10 മിനിറ്റ് കൊണ്ട് സോൾവ്. ഏതോ കേസ് അയാൾ വെള്ളം കൊടുത്ത് സോൾവ് ആക്കിയത് എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിഞ്ഞൂടാ, പക്ഷെ അയാൾ റൂമിൻ്റെ പുറത്തുണ്ട് കേസ് സോൾവ്. അദ്ദേഹം എപ്പോഴെങ്കിലും ആ റൂമിൽ കേസ് സോൾവ് ചെയ്യാതിരുന്നിട്ടോ? അയാളുടെ 8 വർഷത്തെ കരിയർ ഒരു 4 പ്രാവശ്യം മിനിസ്റ്ററുടെ പെങ്ങടെ മോടെ മാലാണ് മോട്ടിച്ചേക്കും. ഇന്ന് മാത്യു സാർ അവനെ പിഴി. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പറ കേക്കട്ടെ, എന്താണ്ടേ? സാർ ഞാൻ എന്നെ പിടിച്ചു, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന വഴി ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചെന്നെ ഇവിടെ ഇത്രയും വലിയ സാറേ. ഞാനാണെങ്കിൽ വിസ്മയ കോളേജിലാണ് പഠിക്കുന്നത്, തുരുത്തിക്കാട്, ബികോമിന്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഒരു പാർട്ടിക്ക് പോയതാണ്. കുറച്ച് തിരിച്ചു 5 പേര് അല്ല 10 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആയി, ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ശരിയാണ് ഹെൽമെറ്റ് എടുത്തില്ല, ഞാൻ വെള്ളമൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. പോകുന്ന വഴി ഹെൽമെറ്റ് എടുത്തില്ല, വീട്ടിൽ പോകുന്ന ആ ഞാനാണെങ്കിൽ ഹോട്ടലിൽ പോയായിരുന്നു. ഹോട്ടലിൽ പോയി സാർ, ഞാൻ ഹോട്ടലിൽ നിന്ന് പാർട്ടിക്ക് പോയി. പാർട്ടിന്ന് ഹോട്ടലിൽ പോയിട്ട് ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോ ഹെൽമെറ്റ് ഇല്ല. എന്റെ ബില്ലുണ്ടോ? ബില്ല് ഞാൻ കഴിച്ചില്ല, അതുകൊണ്ട് ബില്ല് ഞാൻ കഴിച്ചിട്ടില്ല. ബില്ല് സാറ് മേടിച്ചു വെച്ചെന്റെ, ഞാൻ മാത്രം മേടിച്ചു വെച്ചു. അപ്പൊ എന്റെ ഇല്ല, ബില്ല് എന്റെ ഇല്ല. രാജമണിക്ക് ഏതാ കളർ? രാജമണിക്ക് ഏതാ കളർ? മമ്മൂട്ടി രാജമണിക്കാണോ? നിനക്ക് അറിയോ ഇല്ലേ? അപ്പൊ നിനക്ക് അറിയില്ല? ഇല്ല. ശരി, നീ ഹോട്ടലിൽ നിന്ന് എങ്ങനെയാ വീട്ടിൽ പോയെ? സാർ, ഞാനാണെങ്കിൽ എൻ്റെ അവിടെ ആ കടയിലാണെങ്കിൽ നേരെ ഒരു കുരിശുണ്ട്. കുരിശിനപ്പുറത്ത് മറ്റേ ഒരു തടാകം പോലെ സാധനമുണ്ട്. അതിന്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു വഴി. സാറേ, ഞാൻ സാധനം എടുത്തു, എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് സാധനം. അപ്പൊ ശരി.